ഇനി നമുക്ക് നല്ലൊരു ചിക്കൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ചിക്കൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മാരിനേഷൻ വേണം. അതിനുവേണ്ടി ഒരു ജാറിലേക്ക് തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇവയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് അതിൻ്റെ കൂടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, കുറച്ച് വിനീഗറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചുവന്ന മുളക് 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചതും കൂടി ആഡ് ചെയ്തിട്ടാണ് അരക്കുന്നത്. അതിനുശേഷം ഇതൊക്കെ നന്നായി ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം ഒരു കുക്കറിലോട്ട് നമ്മളിത് കുക്കാകാൻ വേണ്ടിയിട്ട് മാറ്റാം. അത് 4 വിസിൽ വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്ക് ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചിക്കൻ്റെ പീസ് മാത്രം എടുത്തിട്ട് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 2 സൈഡും നന്നായി മുരിച്ചെടുക്കണം. ചിക്കൻ നന്നായി മുരിഞ്ഞ് വന്നതിന് ശേഷം ഇനി നമുക്ക് ചിക്കൻ ഒരു പ്ലേറ്റിലോട്ടേക്ക് എടുത്ത് മാറ്റാം. പിന്നെ അതേ പാത്രത്തിലോട്ട് നമ്മൾ ചിക്കൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഗ്രേവി നന്നായി ഒന്ന് കുറുക്കിയെടുക്കുക. നന്നായി കുറുകി വന്നതിന് ശേഷം കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയുള്ള പരിപാടി നമ്മൾ ചിക്കൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.